Praise the Lord. Wonderful to be in the house of the Lord once again. I was here in the morning English service. But it's such a joy to be in this church with all of you. ദൈവത്തിന് സ്തോത്രം. ദൈവഭവനത്തിൽ ഒരിക്കൽ കൂടി ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാവിലെ ഇംഗ്ലീഷ് സർവീസിന് ഞാനിവിടെ ഉണ്ടായിരുന്നു. എങ്കിലും നിങ്ങളോട് എല്ലാവരോടൊപ്പം ഒരുമിച്ച് വീണ്ടും ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. For a short meditation of the us to focus on this theme that the Lord had put in my heart 2 weeks ago. It's called Rooted in Faith. ചെറിയൊരു ധ്യാനത്തിനായിട്ട് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന ദൈവം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഇട്ട ചെറിയൊരു ചിന്തയാണ് വിശ്വാസത്തിൽ വേരൂന്നിയവരായിരിക്കുക എന്നുള്ള ഒരു ചിന്തയാണെന്ന് നാം നോക്കുന്നത്. And I want to encourage all of you from the word. What is the word? How does the word encourage us to be rooted in faith? ദൈവവചനം വിശ്വാസത്തിൽ വേരൂന്നിയവരായിരിക്കുവാനായിട്ട് നമ്മളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്, പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് നോക്കുന്നത്. So I'll take you through the 6 points. ഞാനൊരു 6 പോയിന്റിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. The first point. ഒന്നാമത്തെ പോയിന്റ്, ദൈവം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. Amen. Amen. God is with you at all times. എല്ലായ്പ്പോഴും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. I want you to turn to the book of Romans chapter 8 verse 39. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 39-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Amen. It says, nor height, nor depth, nor any other created thing shall be able to separate us from the love of God which is in Christ Jesus our Lord. ഇത് പറയുന്നത് ഇങ്ങനെയാണ്, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. So one thing is clear, that nothing can separate you from the love of God. ഒരു കാര്യം തീർച്ചയാണ്, ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കുവാൻ യാതൊന്നിനും കഴിയുകയില്ല. No problems can separate you from the love of God. ഒരു പ്രശ്നത്തിനും ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. No person can separate you from the word of God. ഒരു വ്യക്തിക്കും ദൈവവചനത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങളെ വേർപിരിക്കാൻ കഴിയുകയില്ല. So that is very clear. So that's a promise that the Lord is giving us. അത് വളരെ വ്യക്തമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. You see, sometimes we go through problems in life, loneliness in life, depression in life, and we think God has separated us from us. ചില സമയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടലിലൂടെയും നിരാശയിലൂടെയും വേദനയിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോയി, ദൈവം എന്നിൽ നിന്ന് മാറി നിൽക്കുന്നു ചിന്തിക്കാറുണ്ട്. We sometimes feel that that God has left us. നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് തോന്നാറുണ്ട്. See, Peter, when God told Peter that you will deny me 3 times today. ഒരിക്കൽ യേശു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പറഞ്ഞു. And then when Peter denied Jesus 3 times, അതിനുശേഷം പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ, at first Peter said, no, I am not going to deny you. ആദ്യം പത്രോസ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു. But then when Peter denied Jesus for 3 times, അതിനുശേഷം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ, he went into almost a cycle of depression, I feel. ഒരു നിരാശയുടെ ഒരു തലത്തിലേക്ക് പത്രോസ് പോയി. Feeling of guilt that I have misled Jesus Christ. ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ വന്നു. ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞു, യേശുവിൽ നിന്ന് മാറിപ്പോയെന്ന ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ വന്നു. So, but the beauty here in that story, അതിലെ മനോഹാരിത എന്താണെന്ന് പറഞ്ഞാൽ, Jesus comes back to Peter. യേശു പത്രോസിന്റെ അടുക്കലേക്ക് മടങ്ങി. അതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. You see, he gave his begotten son so that we shall not perish but have eternal life. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു. So for our faith to get stronger, നമ്മുടെ വിശ്വാസം ഉറക്കേണ്ടതിന് we need to believe in this promise. നാം ആ ഒരു വാഗ്ദത്തത്തിൽ വിശ്വസിച്ചേ മതിയാവൂ. That the love of God will not separate us. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മെ വേർപിരിയുന്നില്ല. But rather it unites us with God. അതിന് പകരം നമ്മെ ദൈവവുമായിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. It does not perish us but rather saves us into an eternal life. നമ്മെ നാശത്തിനായിട്ട് വിടുകയില്ല, പകരം രക്ഷയിലേക്ക് നമ്മെ ചേർക്കുകയാണ് ചെയ്യുന്നത്. So that is the first point, that God is with you at all times. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. The second point that I want to refer to, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, that there is strength in the name of God. ദൈവത്തിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. How many of you believe that? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? That there is strength in the name of God. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. Philippians chapter 4 verse 13. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. If you could read it for me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things in the name of Christ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Do you believe that? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? That you can do everything in the name of Christ. യേശുവിലൂടെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? It is the Lord that strengthens you.
കർത്താവാണ് നിങ്ങളെ It ശക്തിപ്പെടുത്തുന്നത്. is Christ who strengthens us. കർത്താവാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. You see, Samson, ശിംശോനെ കുറിച്ച് നിങ്ങൾക്കറിയാം. he was gifted. താൻ വളരെ കഴിവുള്ളവനായിരുന്നു. God gave him a strength. അവന് ബലം കർത്താവ് കൊടുത്തിരുന്നു. He could destroy enemies easily. ശത്രുക്കളെ വളരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുവാൻ അവന് കഴിയുമായിരുന്നു. Hundreds of people before him, Samson could defeat them because the strength of God was in him. നൂറുകണക്കിന് ആളുകൾ മുമ്പേ വന്നാലും തന്റെ ഉള്ളിലുള്ള ശക്തിയാൽ അവരെല്ലാം തോൽപ്പിക്കാൻ ശിംശോന് കഴിയുമായിരുന്നു. But when he disobeyed God, അവൻ ദൈവത്തെ മറുതലിച്ചപ്പോൾ the strength of God departed from him. ദൈവത്തിന്റെ ബലം അവനിൽ നിന്ന് വിട്ടുമാറി. Not the love of God. പക്ഷേ കർത്താവിന്റെ സ്നേഹം അവനെ വിട്ടിൽ മാറി. The love of God still remained. ദൈവത്തിന്റെ സ്നേഹം അവനോടൊപ്പം തന്നെ But the ഉണ്ടായിരുന്നു. strength of God departed from him. കർത്താവിന്റെ ബലം അവനിൽ നിന്ന് വിട്ടുമാറി. And in the book of Judges, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16 verses 28, 16:28 ഇങ്ങനെ പറയുന്നു. if you could read that verse for me, please. ന്യായാധിപന്മാർ 16:28. Judges 16 verse 28. It says, "Then Samson called to the Lord, saying, O Lord God, remember me, I pray, strengthen me, I pray, just this once." അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനു വേണ്ടി ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണം. You see that? Just this once, give me your strength. ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് ആ ഒരു ബലം തരണമേ. And what happened? എന്താണ് സംഭവിച്ചത്? The strength of God came into his life. കർത്താവിന്റെ ബലം ശിംശോനിലേക്ക് മടങ്ങി വന്നു. So one thing is clear, ഒരു കാര്യം വ്യക്തമാണ്, that if you want the strength from God, നിങ്ങൾക്ക് കർത്താവിന്റെ ബലം വേണമെന്നുണ്ടെങ്കിൽ you got to call out to him. കർത്താവിനോട് You വിളിച്ചപേക്ഷിക്കണം. got to look up to him. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. And the Bible is full of examples. Whoever has looked upon to the face of the Lord has strengthened them in their lives. ബൈബിൾ മുഴുവൻ നാം വായിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവരെ കർത്താവിന്റെ ബലത്താൽ നിറച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നിറയെ കാണുവാൻ I'll കഴിയും. take you to another example. മറ്റൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ Exodus കൊണ്ടുപോകാം. chapter 14, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം from verse 13 and 14. അതിന്റെ 13ഉം 14ഉം. പുറപ്പാട് 14-ന്റെ 13ഉം 14ഉം. Now this is the context where all the people of Israel were standing in front of the Red Sea. ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുന്ന ഒരു ഇതാണ്. And they were blaming Moses for bringing them at the brink of the front of the Red Sea, and there's no way for them to go out. ജനങ്ങളെല്ലാം മോശയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിന് മുമ്പിൽ അവരെ കൊണ്ടുവന്ന്, ഈ ഒരു വഴിയിലൂടെ അവരെ കൊണ്ടുവന്നതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. They could have easily remained in Egypt and died, so they were blaming Moses. അവർക്ക് ഈജിപ്തിൽ നിന്ന് അവിടെ തന്നെ മരിക്കാമായിരുന്നു, പക്ഷേ ഇവിടെ കൊണ്ടുവന്നതിന് മോശയെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And I want you to read verse 13 for me. അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. Amen. Amen. The reply Moses gives is, do not be afraid, stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians whom you see today, you shall see again no more forever. So what is the Bible trying to tell us here? That when you look up to the Lord, the strength comes down. ബൈബിൾ ഇതിലൂടെ നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. And some battles, ചില യുദ്ധങ്ങൾ you don't need to fight at all. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. In verse 14 says, 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് the പറയുന്നത്, Lord will fight it for you. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. But the problem with we human beings are, നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, we want to fight it. നമുക്ക് യുദ്ധം ചെയ്യണം. We want to fight it. നമുക്ക് യുദ്ധം ചെയ്യണം. But the Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, the battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. There are certain things you allow the Lord to deal with it. ചില കാര്യങ്ങൾ ദൈവം ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കണം. We have to let it go in our lives. നാം അത് വിട്ടുകൊടുത്തേ മതിയാവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുത്തേ And മതിയാവും. the only way you and I can let it go, അത് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, when we believe that there is strength in the name of the Lord. യേശുവിന്റെ നാമത്തിൽ ബലമുണ്ടെന്ന് നാം വിശ്വസിച്ചാൽ, When you believe that there is strength in the name of the Lord, and you keep saying that to yourself, and then you will know, no, I have to let it go to God. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അത് പറയുമ്പോൾ അത് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. See, when the word of God and when the love of God are combined together, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശക്തിയും ഒന്നു ചേരുമ്പോൾ, there is strength that any mountains can move. ഏത് പർവ്വതത്തിനെ നീക്കുവാൻ കഴിയുന്ന ബലം അതിനുണ്ട്. Because sometimes, people use the word of God, they walk with the word of God, but there's no love of God.
ദൈവത്തിന്റെ വചനവും എല്ലാമായിട്ടായിരിക്കും പലരും പലപ്പോഴും നടക്കുന്നത്, പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അവരുടെ ജീവിതത്തിലില്ല. As Samchan said in the morning, love of God is critical for our lives. സാംസൺ രാവിലെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. Without the love of God, we don't exist. ദൈവസ്നേഹം ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. I will talk about it in one of the points. ഞാൻ വരുന്ന പോയിന്റിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. So the first point is God is with you at all times. ഒന്നാമത്തെ പോയിന്റ് ദൈവം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. The second point is there is strength in the name of the Lord. രണ്ടാമത്തെ പോയിന്റ് ദൈവത്തിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. And the third point that I want to talk about, മൂന്നാമത്തെ പോയിന്റ് that God is stronger than any temptations we face in our lives. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രലോഭനങ്ങളെക്കാളും വലുതാണ് ദൈവം എന്ന് I പറയുന്നത്. want you to turn your attention to 1 John chapter 4 verse 4. 1 യോഹന്നാൻ 4:4 നമുക്ക് ശ്രദ്ധയൊന്ന് തിരിക്കാം. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. Amen. You are of God, little children, and you have overcome them. So when you are in God, you can overcome temptations in life. ദൈവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയും. Because കാരണം he who is in you is greater than who is in the world. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. In other words, God is stronger than any problems that you face in your lives. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെക്കാളും നിങ്ങളുടെ ഉള്ളിലുള്ള കർത്താവ് വലിയവൻ. God is stronger than any temptations that you face in your life. നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രലോഭനങ്ങളെക്കാളും കർത്താവ് വലിയവനാണ്. You see, we as human beings, our emotions take off many a times in our lives. നമ്മൾ മനുഷ്യരായിരിക്കും, നമുക്ക് പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് ഒത്തിരി നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. And we give into it like anger, jealousy, judgment. We give into those emotions. പലപ്പോഴും നമ്മൾ ആ വികാരങ്ങൾക്ക് നമ്മുടെ ദേഷ്യം, നമ്മൾ വിധിക്കുന്നത്, ഇങ്ങനെയുള്ള പല വികാരങ്ങൾക്ക് നാം വിട്ടുകൊടുക്കാറുണ്ട്. നമ്മളെ തന്നെ A വിട്ടുകൊടുക്കാറുണ്ട്. man of God says, ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, there is no moment in your life, there is no moment of your life that is not a moment of temptation. നിങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനത്തിൻ്റെതല്ലാതെ വേറെ ഒരു മൊമെന്റും ഒരു നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. That means അതിന്റെ അർത്ഥം every moment in our life is a moment of temptation right in front of us. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും പ്രലോഭനങ്ങളുടെ ഓരോ നിമിഷങ്ങളാണ്. ഓരോ നിമിഷത്തിലും ഓരോ പ്രലോഭനമുണ്ട്. That means how much careful we got to be because we are facing temptations all around us. അതിന്റെ അർത്ഥം ഇതാണ്, നാം എത്രത്തോളം ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ചുറ്റും പ്രലോഭനങ്ങളാണ്. You cannot say, okay, I'm fine now, it's relaxed, there's no temptations, I'm holy. The moment you say that, you've already hit a temptation. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാം തീർന്നു, ഞാൻ സമാധാനമായി, ഇനി ടെംപ്റ്റേഷൻസ് ഒന്നുമില്ല, ഞാൻ വിശുദ്ധനാണെന്ന് പറയാൻ പറ്റില്ല. അത് പറയുന്ന ആ നിമിഷത്തിൽ അടുത്തൊരു പ്രശ്നത്തിലോട്ട് നിങ്ങൾ വീണ് കഴിഞ്ഞു. So the Lord is trying to tell us, കർത്താവ് നമ്മോട് പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, you don't need to worry about it. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കണം. You got to trust in me. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. The Lord's prayer says, കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്, lead us not into temptation, ഞങ്ങളെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കരുതേ, but deliver us from evil. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. See, God doesn't want to tempt you directly. കർത്താവ് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പ്രലോഭിപ്പിക്കുകയല്ല, but God allows temptation in your life. പക്ഷേ ചിലപ്പോഴെങ്കിലും കർത്താവ് പ്രലോഭനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. But God also is standing there to help you overcome that temptation. പക്ഷേ ആ സമയത്ത് കർത്താവ് അതിനെ അതിജീവിക്കുവാൻ നിങ്ങളോട് കൂടെയുണ്ട്. But what you and I need to do, നാം എന്താണ് ചെയ്യേണ്ടത്? is to trust in Him, കർത്താവിൽ വിശ്വസിക്കണം, is to get His help to overcome that temptation. കർത്താവിന്റെ സഹായത്തോടെ ആ പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള സഹായം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. And the only way we can tell that to ourselves, അത് നമ്മോട് പറയുവാനുള്ള ഒരേ ഒരു മാർഗ്ഗം, ഒരു വഴി എന്ന് പറയുന്നത്, that God is stronger than any temptations in my life. കർത്താവ് ഈ ലോകത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രലോഭനങ്ങളെക്കാളും എൻ്റെ കർത്താവ് വലിയവൻ. He can destroy all those temptations in my life. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും എടുത്തു കളയാൻ, തകർക്കുവാൻ എൻ്റെ കർത്താവിന് He can help me stand over it, walk through it, but not be touched by it. അതിലൂടെ നടക്കുവാൻ, അതിനെ കടന്നു പോകുവാനും എല്ലാം എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും, എൻ്റെ കർത്താവ് ബലപ്പെടുത്തും. പക്ഷേ അതൊരിക്കലും എന്നെ തൊടുകയില്ല. And I pray that God will help all of us through it. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാവരെയും കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. As this man of God says, every moment in our life is a moment of temptation. ആ ദൈവമനുഷ്യൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രലോഭനങ്ങളുടെ ഓരോ നിമിഷമാണ്. And we need the Lord more so that we are able to overcome it. ആ ഓരോ നിമിഷവും നമുക്ക് കർത്താവിന് ഇനിയും അധികമായിട്ട് വേണം അതിനെ ജയിക്കുവാനായിട്ട്. The fourth point that I want to talk about, നാലാമത്തെ പോയിന്റ്, Isaiah chapter 40 verse 28. യെശയ്യാവ് 40:28. നിനക്കറിഞ്ഞുകൂടായോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. What does it say here?
Have you not known the Lord? Have you not heard the everlasting God? He is the creator of the ends of the earth. He is the creator of the ends of the earth. അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ. Imagine if I bring someone here ഞാനിവിടെ ഒരാളെ കൊണ്ടുവന്ന് ചിന്തിക്കുക, and the person is the founder of Google. അത് ഗൂഗിളിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഒരാളാണ്. Most of us who are using smartphones, we are all in Google. നമ്മൾ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന നമുക്ക് ഗൂഗിൾ അറിയാം, ഉപയോഗിക്കാറുണ്ട്. And the moment this person walks in, we will be in awe of him because we use Google every single day in our lives. ആ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ ബഹുമാനം തോന്നും, കാരണം അദ്ദേഹം കണ്ടുപിടിച്ചൊരു സാധനമാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. Imagine if we call in another person who discovered the first computer. മറ്റൊരാളെ വിളിക്കുകയാണ്, ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരു വ്യക്തിയെ നാം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന് ചിന്തിക്കുക. You will be in awe of this guy when he walks in because he discovered computer. We all use computer today. അദ്ദേഹം കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബഹുമാനം കാണും, കാരണം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യനാണ്, നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. I can give you examples like this on many different scenarios. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഇനിയും അനേകം എനിക്ക് പറയാൻ കഴിയും. But I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, we have a God who created the universe. ഭൂമിയെ സൃഷ്ടിച്ചവനായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. We have a God who created the sun, the moon, the stars, the planets, everything that you see around. നാം കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകലത്തെയും നിർമ്മിച്ചവനായ കർത്താവ് നമ്മോടൊപ്പം We ഉണ്ട്. serve an almighty God. നാം സേവിക്കുന്നത് സർവ്വശക്തനായ That's ദൈവത്തെയാണ്. the fourth point. We serve an almighty God. അതാണ് എൻ്റെ നാലാമത്തെ പോയിന്റ്. നാം സേവിക്കുന്നത് സർവ്വശക്തനായ But many ദൈവത്തെയാണ്. a times we forget we serve the almighty God. പലപ്പോഴും നാം മറന്നുപോകും, നാം സർവ്വശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് See, we മറന്നുപോകുന്നു. serve a God who rose Lazarus from dead. നാം സേവിക്കുന്ന കർത്താവ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനാണ്. We serve a God who delivered Peter from the jail. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചവനായ ഒരു കർത്താവിനെയാണ് നാം We സേവിക്കുന്നത്. serve a God who healed the blind, who healed the paralytic. അന്ധനെ സൗഖ്യമാക്കുകയും നടക്കാൻ കഴിയാത്തവനെ നടക്കുകയും ചെയ്യിപ്പിച്ചവനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. We serve a God who controlled the winds and the waves. തിരമാലകളെയും കാറ്റിനെയും നിയന്ത്രിക്കുന്നവനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. We serve an almighty God. നാം സേവിക്കുന്നത് സർവ്വശക്തനായ We got ദൈവത്തെയാണ്. to register this deep into our hearts നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നാം ഇത് പതിപ്പിക്കണം. that our God is an almighty God. നമ്മുടെ ദൈവം സർവ്വശക്തനായ ദൈവമാണ്. Nothing happens in my life without His permission. അവന്റെ അനുവാദമില്ലാതെ എന്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. If a problem is happening in my life, it is because of the permission given by my Father in heaven. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം നടക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നുവെങ്കിൽ എന്റെ പിതാവിന്റെ അനുവാദമില്ലാതെ അല്ല അത് സംഭവിക്കുന്നത്. And if there is a problem in my life, my almighty God knows how to release that problem out of my life. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ വിടുവിക്കണമെന്ന് എന്റെ പിതാവിന് നന്നായി അറിയാം. I want to encourage everyone listening to me today. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ധൈര്യപ്പെടുത്തട്ടെ. If you're facing problems in your life, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, and if you feel it's a massive mountain that you're not able to move, എന്റെ മുമ്പിൽ ഒരു വലിയ പർവ്വതം പോലെ അതിനെ അനക്കുവാൻ കഴിയാതെ വന്ന ഒരു പ്രശ്നം I നിൽക്കുകയാണെങ്കിൽ, want to encourage you, brother, sister, today, ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. that we serve an almighty God. നാം സേവിക്കുന്ന സർവ്വശക്തനായ ദൈവത്തെയാണ്. We serve not a small God. നാം ഒരു ചെറിയ ദൈവത്തെ അല്ല Here സേവിക്കുന്നത്. we don't serve a God like the other gods that we see around. മറ്റ് ചുറ്റും കാണുന്ന ദൈവങ്ങളെ പോലെ ഒരു ദൈവത്തെ അല്ല നാം We സേവിക്കുന്നത്. serve an almighty God who knows everything, നാം സേവിക്കുന്ന സർവ്വശക്തനായ സകലത്തെയും അറിയുന്ന സർവ്വശക്തനായ ദൈവത്തെയാണ് നാം who sees സേവിക്കുന്നത്. everything, എല്ലാം കാണുന്നവനായ ഒരു and ദൈവത്തെ, He knows your future. നിന്റെ ഭാവി അറിയുന്നവനായ He ദൈവത്തെ, knows when to deliver you. എപ്പോൾ നിന്നെ വിടുവിക്കണമെന്ന് അറിയുന്നവനായ ഒരു ദൈവം. His timing is perfect. അവന്റെ സമയങ്ങൾ അത് കൃത്യതയാർന്നതാണ്. Let us not run according to our timing. നാം നമ്മുടെ സമയത്തിനനുസരിച്ച് ഓടണ്ട. Many a times we think, why did this happen to me now? എന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. Why did this happen to me now? എന്തുകൊണ്ട് ഇപ്പൊ ഇത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ We have ചിന്തിക്കുന്നത്. all those kinds of questions. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. But I want to tell you, ഞാൻ പക്ഷെ പറയട്ടെ, our God is almighty. നമ്മുടെ ദൈവം സർവ്വശക്തനാണ്. His timing is best. അവന്റെ സമയമാണ് നല്ലത്. For anything. എന്തിനാണെങ്കിലും, For a healing in your life, സൗഖ്യത്തിനാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിനാണെങ്കിൽ His timing is best. അവന്റെ സമയമാണ് കൃത്യമായ സമയം. For a deliverance in our lives, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് His timing is the best. കർത്താവിന്റെ സമയമാണ് നല്ലത്. If you're looking for a job, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ His timing is the best. കർത്താവിന്റെ സമയമാണ് നല്ലത്. Because we serve an almighty God. കാരണം നാം സേവിക്കുന്ന സർവ്വശക്തനായ ദൈവത്തെയാണ്. The fifth point that I want to talk about, അഞ്ചാമത്തെ പോയിന്റ്, Romans chapter 12 verse 10. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. Romans chapter 12 verse 10. റോമർ 12:10, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. Be kindly affectionate to one another with brotherly love. Samchan already spoke about the importance of God's love here. സാംസൺ സഹോദര സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞു. This is how I see it. ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. Our Christian life നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് is founded upon the love of God. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. The foundation is love of God. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. If the foundation of the love of God is replaced with any other foundation,
ആ അടിസ്ഥാനം, കർത്താവിന്റെ സ്നേഹം എന്നുള്ള അടിസ്ഥാനം മാറ്റി വേറെ എന്ത് അടിസ്ഥാനം ഇട്ടാലും you and I do not become the followers of Christ. നാം ക്രിസ്തുവിന്റെ അനുയായികളായി ഒരിക്കലും മാറാൻ Because കഴിയില്ല. John 3:16 says, "For God so loved the world." It begins with love. കാരണം യോഹന്നാൻ 3:16 പറയുന്നു ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നത്. കാരണം അത് തുടങ്ങുന്നത് തന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. On the cross, that was because he loved us. ക്രൂശിൽ നാം കാണുന്നത് കർത്താവിന്റെ സ്നേഹം, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. So the love becomes the foundation. സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. And on the foundation of God's love കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് comes our fellowship, അതിന്റെ മുകളിലാണ് നമ്മുടെ കൂട്ടായ്മ വരുന്നത്, comes our brethren. നമ്മുടെ സഹോദരങ്ങൾ അവിടെയാണ് വരുന്നത്. Now the reason why in many churches today people are not able to fellowship together, ഇന്ന് പല സഭകളിലും സഹോദരങ്ങൾ തമ്മിലൊരു കൂട്ടായ്മ സംഭവിക്കാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ the foundation of love is not there. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം അവിടെ ഇല്ല. The foundation of I'm a Christian is there. ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള അടിസ്ഥാനം അവിടെ ഉണ്ട്. The foundation of I'm baptized, I'm a church member is there. ഞാൻ സ്നാനപ്പെട്ടു ഒരു സഭയുടെ അംഗമാണെന്നുള്ള അടിസ്ഥാനം അവിടെ ഉണ്ട്. Or I'm coming to this church for like 5 years, 10 years, 20 years is there. ഞാൻ ഈ സഭയിൽ 5 വർഷമായി 20 വർഷമായി വരുന്നു എന്നുള്ള അടിസ്ഥാനം അവിടെ ഉണ്ട്. Love is missing. സ്നേഹം അവിടെ ഇല്ല. And because love is missing, സ്നേഹം അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ there are many other concerns. അവിടെ അതിന് തക്കതായ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്. And the Lord says, കർത്താവ് ഇങ്ങനെ പറയുന്നു, in 1 John 4 verse 8, the Bible says, 1 യോഹന്നാൻ 4 verse 8, 4:8 ഇങ്ങനെ പറയുന്നു, he who does not love does not know God. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. Simple, വളരെ ലളിതമാണ്. right? Because God is love. ദൈവം സ്നേഹം തന്നെ. He who does not love does not know God, because God is love. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹം തന്നെ. So the Bible in many passages clearly explains about love. ബൈബിൾ വളരെ പല ഇടങ്ങളിലായിട്ട് വളരെ വ്യക്തമായിട്ട് നാം പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. So my advice for all of us, എൻ്റെ ഒരു അഡ്വൈസ് ഇതാണ്, ഉപദേശം നിങ്ങളോടുള്ള ഉപദേശം ഇതാണ്, please go and check where is the love meter in our lives. നമ്മുടെ സ്നേഹത്തിന്റെ അളവ് എവിടെ നിൽക്കുന്നു എന്ന് പോയെന്ന് ചെക്ക് ചെയ്യുക. Right? How much love of God is in our lives? നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ദൈവസ്നേഹം ഉണ്ടെന്ന് Is it പരിശോധിക്കുക. overflowing from our lives? നമ്മുടെ ജീവിതത്തിൽ അത് നിറഞ്ഞ് കവിയുകയാണോ? Are we able to care for others? മറ്റുള്ളവരെ കുറിച്ച് കരുതുവാൻ നമുക്ക് Are we കഴിയുന്നുണ്ടോ? able to help others? മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് Are കഴിയുന്നുണ്ടോ? we able to stand for others? മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Because Jesus all the time was doing that. He was caring for others, loving others, being compassionate, healing and delivering people. കാരണം യേശു എപ്പോഴും അതാണ് ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുക, മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരെ സഹായിക്കുക, സൗഖ്യമാക്കുക. ഇതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. I'm so glad ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് that നിൽക്കുന്നത്. Jesus said, കാരണം യേശു പറഞ്ഞു, the greatest of all these ഇതിലെല്ലാറ്റിലും വലുത് is love. സ്നേഹം തന്നെ. I'm so glad he said that. എനിക്ക് വളരെ സന്തോഷമുണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞത്. Because then there's no argument here. അതിന് വേറെ തർക്കമൊന്നുമില്ല. There's no argument. You cannot replace anything with it. അതിനെ മാറ്റി വയ്ക്കാനായിട്ട് വേറെ ഒന്നിനാലും കഴിയത്തുമില്ല. Because Jesus himself said the greatest of all these is love. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, എല്ലാറ്റിലും വലുത് സ്നേഹം തന്നെ. When you and I love each other, നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ our faith gets rooted stronger. നമ്മുടെ വിശ്വാസം അധികമായി വേരൂന്നുകയാണ്. And the last point that I want to talk about അവസാനത്തെ പോയിന്റ് ഞാൻ സംസാരിക്കാൻ is ആഗ്രഹിക്കുന്നു. John chapter 14 verse 27. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. Peace I live with you, my peace I give to you. Not as the world gives I give you. Let not your heart be troubled, let it not be afraid. The Bible is very clearly saying not to be afraid. വചനം വ്യക്തമായിട്ട് നാം പറയുന്നു, പേടിക്കരുത്, ഭ്രമിക്കരുത്. And what I want to tell on the sixth point, ഈ ആറാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, that faith is more powerful than your fears. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭയത്തേക്കാൾ വലുതാണ്. Faith is more powerful than your fears. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭയത്തേക്കാൾ ശക്തിയേറിയതാണ്. Faith is more powerful than your problems. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ ശക്തിയേറിയതാണ്. Faith is more powerful than any mountains that you see in front of you. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഏത് മലയേക്കാളും പർവ്വതങ്ങളെക്കാളും ശക്തിയേറിയതാണ് നിങ്ങളുടെ വിശ്വാസം. And the Bible says, do not be troubled. വചനം പറയുന്നു, നിങ്ങൾ കലങ്ങി പോകരുത്, Do not worry. നിങ്ങൾ തളർന്നു പോകരുത്. Now, there are examples from the Bible. ബൈബിളിൽ നിന്ന് അനേക ഉദാഹരണങ്ങളുണ്ട്. Job is one example. യോബ് ഒരു ഉദാഹരണമാണ്. He had everything in life. അവന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. Very peaceful life. വളരെ സമാധാനപൂർണ്ണമായ The ജീവിതം. joy of the Lord in his life. അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. But then what happened? One fine day, everything he started losing. ഒരു ദിവസം ആയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. He started losing his property, അവന്റെ വസ്തുക്കൾ നഷ്ടമാവാൻ തുടങ്ങി. his wealth.
അവന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, his children, he lost them. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, And then his own health went into a very severe condition. അവന്റെ ആരോഗ്യം തന്നെ അവസാനം അതും വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് His പോയി. friends came and they spoke and they all said, his wife came, they were all wanting to deny God. അവന്റെ സുഹൃത്തുക്കളും അവന്റെ ഭാര്യയും എല്ലാം വന്നിട്ട് അവരെല്ലാവരും പറഞ്ഞ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുവാനാണ് അവനോട് They were not ഉപദേശിച്ചത്. a word of encouragement there. അവന്റെ ജീവിതത്തിൽ ഒരു ധൈര്യപ്പെടുത്തലൊരു വാക്യം വചനം അവിടെ But ഇല്ലായിരുന്നു. you know what is the beautiful thing of all? അവിടെ സംഭവിച്ച ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് അറിയാമോ? For Job, യോബിന് his faith was stronger than all the problems he was facing. അവന്റെ വിശ്വാസം അവൻ അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളെക്കാളും ബലമേറിയതായിരുന്നു. Even when he lost his children, his faith was stronger than that experience. അവന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴും അവന്റെ വിശ്വാസം അതിനേക്കാളെല്ലാം വലുതായിരുന്നു. So the Bible is very clearly highlighting വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം, that when your faith is stronger, നമ്മുടെ വിശ്വാസം ബലപ്പെട്ടിരിക്കുമ്പോൾ you can face any problems in life. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ You know, അഭിമുഖീകരിക്കാൻ when കഴിയും. this entire pandemic happened, ഈ ഒരു പകർച്ചവ്യാധി ഇങ്ങനെ we നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിക്കുമ്പോൾ were hearing about so many news. നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട്. And then we heard Dr. Jerry, the experience that the whole family went through. ഡോക്ടർ ജെറിയും കുടുംബവും കടന്നുപോയ സാഹചര്യവും നാം കേട്ടായിരുന്നു. You know what strengthened me? The song that came out of that experience. ആ കുടുംബം എഴുതിയ ആ ഒരു ഗാനത്തിലൂടെ എന്നെ ധൈര്യപ്പെടുത്തി എന്താണെന്ന് അറിയാമോ? That song just touched me so much about the importance of your faith in God. ആ ഒരു ഗാനം എന്നെ ഒത്തിരി സ്പർശിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ആ ഒരു ഗാനം പറഞ്ഞത് എന്നെ എൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. And I know that song could have been a blessing for so many people out there. എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ഗാനം അനേകർക്ക്, പുറത്തുള്ള അനേകർക്ക് അതൊരു അനുഗ്രഹമായെന്ന് എനിക്ക് ഉറപ്പുണ്ട്. So as a family, what stood out for me is your faith. As a family, your faith in the Lord Jesus Christ. എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ മനസ്സിലായി കുടുംബമായിട്ട് കർത്താവിലുള്ള വിശ്വാസം അവർ എത്രത്തോളം ഉറപ്പിച്ചു നിർത്തി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് And മനസ്സിലാക്കിയത്. I thank the Lord for the family, and I pray that God shall use the whole family for many people so that they get to know the Lord. ഞാൻ കർത്താവിന് ആ ഒരു കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി അനേകർക്ക് അനുഗ്രഹമായിട്ട് ദൈവം ആ കുടുംബത്തെ ഉപയോഗിക്കട്ടെ. Likewise, many families went through a lot of troubles during these times. അതുപോലെ തന്നെ അനേക കുടുംബങ്ങൾ ഈ ഒരു സമയത്ത് വല്ലാത്ത പ്രശ്നത്തിലൂടെ കടന്നുപോയി. And I know if I come back to you and ask you, you would say that your faith was able to win over some of those battles. നിങ്ങളോട് തിരിച്ചു വന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കും പറയാൻ കഴിയും കർത്താവിലുള്ള വിശ്വാസമാണ് പല യുദ്ധങ്ങളെ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് ഈ സമയത്ത് സഹായിച്ചത്. I want you to turn to the Gospel of Mark chapter 5 verses 24 onwards. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാമോ? This is the last section that I want to touch. It's a very important verses there. ഇത് ഞാൻ അവസാനമായിട്ട് നാം തൊടുന്ന ഒരു സെക്ഷനാണ്. കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. Now when she heard, verse 25 onwards. Now a certain woman had a flow of blood for 12 years. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. Amen. So she had reached out to all the medical departments at that point of time, but no healing. പല വൈദ്യന്മാരടുത്തും അന്ന് അവൈലബിൾ ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന എല്ലാ ചികിത്സാ രീതികളും സ്ത്രീ പരീക്ഷിച്ചു. But the Bible says, വചനം ഇങ്ങനെയാണ് പറയുന്നത്, when she heard about Jesus, she came behind him in the crowd and touched his garment. യേശുവിനെ കുറിച്ച് ഈ സ്ത്രീ കേട്ടപ്പോഴത്തേക്ക് അവന്റെ പുറകിലൂടെ വന്ന് ആ വസ്ത്രത്തിന് തൊങ്ങലൊന്ന് തൊട്ടു. You remember there was a crowd that was there. നിങ്ങൾക്കറിയാം അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. But she didn't take any shame there. She went straight in and touched Jesus. പക്ഷേ ആ സ്ത്രീ ഒരു നാണക്കേടും വിചാരിച്ചില്ല, ആ തിരക്കിനിടയിലൂടെ വന്ന് യേശുവിനെ ഒന്ന് തൊട്ടു. Because in verse 28 it says, കാരണം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് for പറയുന്നത്, she said, ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, if only I may touch his clothes, I shall be made well. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. In other words, her faith was stronger than the problem that she was going through. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ സ്ത്രീ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നത്തെക്കാൾ വലുതായിരുന്നു യേശുവിലുള്ള അവളുടെ വിശ്വാസം. The problem did not pull her and say, no, don't go to Jesus, you will not be healed. ആ പ്രശ്നം അവളെ പുറകോട്ട് വലിച്ച് യേശുവിനടുത്തോട്ട് പോകണ്ട, നീ രക്ഷപ്പെടില്ല എന്നല്ല പറഞ്ഞത്. But she said, if only I may touch his clothes, I shall be healed. ആ പ്രശ്നത്തിലൂടെ അവൾ പറഞ്ഞത് യേശുവിനെ ഒരിക്കലെങ്കിലും തൊട്ടാൽ എൻ്റെ ഈ പ്രശ്നത്തിന് മാറ്റം വരും. And immediately the fountain of her blood was dried up and she felt her body was healed from the affliction. ആ തൊട്ട ഉടനെ തന്നെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. And verse 30 says, Jesus then answered, who touched me? യേശു ഉടനെ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. Now the disciples were standing around there saying, what are you saying? There are so many people around here. This is an insane statement. ശിഷ്യന്മാർ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. അവർ ചോദിച്ചു, കർത്താവേ എന്താ ഈ ചോദിക്കുന്നത്? ഇത്രയും തിരക്കുള്ള ഇടത്ത് ആര് തൊട്ടു എന്ന് എന്താ ചോദിക്കുന്നത്? Our Lord knows who comes to him.
പക്ഷെ നമ്മുടെ കർത്താവിന് അറിയാം തൻ്റെ അടുത്തേക്ക് വരുന്നത് Our ആരാണ്. Lord knows how strong your faith is. കർത്താവിന് അറിയാം നിങ്ങളുടെ വിശ്വാസം എത്ര ബലപ്പെട്ടതാണെന്ന്. For our Lord, it's not the money that matters. കർത്താവിന് നമ്മുടെ പണമല്ല കർത്താവ് നോക്കുന്നത്. It's not the status that matters. നിങ്ങളുടെ അന്തസ്സല്ല നോക്കുന്നത്. It's not the education that matters. നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല നോക്കുന്നത്. It's your faith that matters to him. നിങ്ങളുടെ വിശ്വാസത്തെയാണ് അവൻ നോക്കുന്നത്. And that's why Jesus asked that question, who touched me? അതുകൊണ്ടാണ് യേശു ആ ചോദ്യം ചോദിച്ചത്, എന്നെ തൊട്ടതാർ. Disciples did not understand that. ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. But Jesus wanted to highlight, here is a woman whose faith is stronger. പക്ഷേ യേശുവിന് മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കണമായിരുന്നു തങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയ വിശ്വാസമുള്ള ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. This woman reaches out to Jesus with fear and trembling and she tells Jesus the whole truth. ഈ സ്ത്രീ പേടിച്ചും വിറച്ചും കൊണ്ട് യേശുവിന് മുമ്പേ വന്നിരുന്ന നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. And verse 34 Jesus replies, 34-ാം വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, daughter, മകളെ, your faith has made you well. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Your faith has made you well. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. You see that in many other instances the Bible gives examples like that. Your faith has made you well. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, മറ്റു പല സാഹചര്യങ്ങളിലും ഇതേ സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. So what is it trying to tell us? എന്താണ് ഇത് നമ്മോട് പറയുന്നത്? That our faith is more powerful than fears. നമ്മുടെ വിശ്വാസം നമ്മുടെ ഭയത്തേക്കാൾ വലിയതായിരിക്കണം. Faith is more powerful than any mountain that you find in front of you. നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വത സമാനമായ ഏത് പ്രശ്നത്തെക്കാളും നിങ്ങളുടെ വിശ്വാസം വലുതാണ്. So shall we look up to the Lord? നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ? Shall we ask the Lord to fill us, to root our faith more stronger? നമ്മുടെ വിശ്വാസത്തെ ഇനിയും ആഴത്തിൽ വേരൂന്നിയതായിരിക്കുവാനായിട്ട് നമുക്ക് കർത്താവിനോടൊന്ന് ചോദിക്കാമോ? I'll paraphrase those 6 points very quickly. ഞാൻ ആ ആറ് പോയിന്റ്സ് ഒന്നും കൂടെ ഞാൻ തിരിച്ച് നിങ്ങളോട് പറയാം. God is with you at all times. ദൈവം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. There is strength in the name of the Lord. കർത്താവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. God is stronger than any temptations that you face on the face of the earth. നിങ്ങൾ ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രലോഭനങ്ങളെക്കാളും കർത്താവ് വലിയവനാണ്. We serve an almighty God. നാം സേവിക്കുന്നത് സർവ്വശക്തനായ ദൈവത്തെയാണ്. Love your brethren. നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുക. And the last one, അവസാനത്തേത്, our faith is more powerful than our fears. നമ്മുടെ ഭയത്തേക്കാൾ വലുതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? And shall we look up to the Lord and ask the Lord, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ചോദിക്കാമോ? Lord, I want you to strengthen my faith. എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കണമെന്ന് കർത്താവിനോട് ചോദിക്കാം. Lord, many a times we have taken your name for granted. ഞങ്ങൾ അങ്ങയുടെ നാമം പലപ്പോഴും ഞങ്ങൾ വൃഥാവായിട്ട് എടുത്തിട്ടുണ്ട്. Lord, when we are faced with mountains, we totally forget that you are the almighty God. ഞങ്ങൾ പർവ്വതങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അങ്ങ് അതിനേക്കാൾ വലിയവനാണെന്ന് ഞങ്ങൾ മറന്നുപോയി കർത്താവേ. We go back into our own emotions and we get stuck in that, Lord. ഞങ്ങളുടെ പേടിയിലും വികാരത്തിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി അതിൽ കുടുങ്ങിക്കിടന്നു പോയിട്ടുണ്ട് But കർത്താവേ. today, Lord, we want to commit our lives again. കർത്താവേ, പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. Thank you for showing us from the word the importance of, Lord, looking up to you at all times. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി. And I pray, Lord, that you shall bless this church. കർത്താവേ, ഈ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ. Lord, I pray for Sam Chan and the ministry that you have given to him and the family, and I pray that you shall bring many more people unto the kingdom, Lord. സാംചാനും കുടുംബത്തിനായിട്ടും ആ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾക്കായിട്ടും ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേക കുടുംബങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദൈവമേ അങ്ങ് വഴികളെ തുറക്കണം. Lord, I pray for all those people listening to us through the online, Father. കർത്താവേ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ Lord, പ്രാർത്ഥിക്കുന്നു. I pray for them wherever they are seated, Lord. അവരെവിടെയാണ് ആയിരിക്കുന്നതെങ്കിലും Lord, I pray that you shall bless them to be rooted in the faith, Father. കർത്താവേ, അവർ വിശ്വാസത്തിൽ വേരൂന്നിയവരായിരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. So that, Lord, during these end times, ഈ അവസാന കാലഘട്ടത്തിൽ that our faith shall help us reach you and see you one day, Lord. കർത്താവെ, അങ്ങയുടെ അടുത്ത് എത്തുവാനും അങ്ങയെ കാണുവാനും ദൈവമേ അത് ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ. Thank you for listening to us, Father. ഞങ്ങളെ കേട്ടതിനായിട്ട് നന്ദി കർത്താവേ. In Jesus' most precious name we pray. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. Amen. ആമേൻ.